പ്രിയപ്പെട്ടവരെ, ഈ ലക്കം ആഴ്ചവട്ടം വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ UDF നടത്തിയ വർഗീയ പ്രചാരണങ്ങളെയും UDFൻ്റെ പാപ്പരത്വത്തെയും സംബന്ധിച്ചാണ് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. വടകരയും കോഴിക്കോടും ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധിയെഴുത്തുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള മോഡി ഗവൺമെൻറ്റിൻ്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായി വടകരയിലെ വോട്ടർമാർ ഇടതുപക്ഷത്തോടൊപ്പമാണെന്നും അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശൈല ടീച്ചറുടെ സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള സ്വീകാര്യതയും അതുപോലെ തന്നെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിനുള്ള വലിയ അംഗീകാരവും തങ്ങൾക്ക് വലിയ ഭീഷണിയാണ് എന്ന തിരിച്ചറിവാണ് എല്ലാവിധ പരിധിയും വിട്ടുകൊണ്ട് വ്യക്തിഹത്യയിലേക്കും അതുപോലെ വർഗീയ പ്രചാരണങ്ങളിലേക്കും UDFൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ എത്തിച്ചിട്ടുള്ളത്. ഫേക്ക് വീഡിയോകളും അതുപോലെ തന്നെ വ്യാജ ചിത്രങ്ങളും എല്ലാം പ്രചരിപ്പിച്ചു. ലീഗിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചില കുടുംബയോഗങ്ങളിലും അതുപോലെ ചില ഗ്രൂപ്പുകളിലും എല്ലാം പച്ചയായ വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നതിന് പരിശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി നടത്തിയ പ്രചരണങ്ങളിലൊന്ന് ദീനിയായ ഷാഫിക്കോ അല്ലെങ്കിൽ കാഫറായ സ്ത്രീക്കോ ആർക്കാണ് വോട്ട് ചെയ്യാൻ വേണ്ടത് എന്ന് തീരുമാനിക്കണം എന്ന നിലയിലുള്ളതാണ്. ഇതുപോലുള്ള നഗ്നമായ വർഗീയ പ്രചരണമാണ് അവർ UDF നടത്തിയത്. ഇതിനെയെല്ലാം വടകരയിലെ മതനിരപേക്ഷ സമൂഹം അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നതാണ് വസ്തുത. നരേന്ദ്രമോദിയെ താഴെയിറക്കാനും മതനിരപേക്ഷത സംരക്ഷിക്കാനും ഇടതുപക്ഷമാണ് ഒരു പ്രബല ശക്തിയായി പാർലമെൻറ്റിൽ ഉണ്ടാവേണ്ടത് എന്ന തിരിച്ചറിവിലാണ് വടകരയിലെ വോട്ടർമാർ മഹാഭൂരിപക്ഷവും അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രതികരണങ്ങളിലെല്ലാം നിഴലിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങളെ കണ്ടു പറയുന്നു വർഗീയവാദി എന്ന് കേൾക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ലെന്നും തങ്ങൾ അങ്ങനെയൊന്നും പ്രചരണം നടത്തിയിട്ടില്ല എന്നുമൊക്കെ. ഇത് യഥാർത്ഥത്തിൽ അച്ഛൻ പത്തായത്തിലുമില്ല എന്ന് പറയുന്നത് പോലെയാണ് എന്നതാണ് വസ്തുത. UDFൻ്റെ സ്ഥാനാർത്ഥി ഞങ്ങൾ വർഗീയ പ്രചരണം നടത്തിയിട്ടില്ലെന്ന് ഇപ്പോൾ വാചകമടിക്കുകയാണ്. പരാതികളും കേസുകളും എല്ലാം ഉണ്ടായിട്ടും അനേകം പരാതികളാണ് പോലീസിൻ്റെ മുമ്പിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിൽ, എല്ലാം ജില്ലാ കളക്ടറുടെ മുമ്പിൽ എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളും അനേകം വ്യക്തികളുമെല്ലാം നൽകാൻ നിർബന്ധിതരായി. എന്നിട്ട് ഇതൊക്കെ ആയിട്ടും ആ ഘട്ടത്തിലൊന്നും ഒരക്ഷരം പ്രതികരിക്കാത്ത UDFൻ്റെ സ്ഥാനാർത്ഥി UDF നേതൃത്വവും ഇപ്പോൾ വർഗീയ പ്രചരണത്തെ ഇത്തരം വർഗീയ പ്രചരണങ്ങളെ തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിയുന്നത് വരെ ഒരു ഘട്ടത്തിലും തള്ളിപ്പറയാൻ തയ്യാറായില്ല. ഇപ്പോൾ അതുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത് തന്നെ തനി തട്ടിപ്പാണ്. ഇവർ നടത്തിയിട്ടുള്ള ഇത്തരം വർഗീയ പ്രചരണങ്ങളിലൂടെ ന്യൂനപക്ഷ വോട്ട്, പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന ധാരണയിലാണ് ഈ സൈബർ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് UDFൻ്റെ സ്ഥാനാർത്ഥിയും അതുപോലെ UDF നേതൃത്വവുമെല്ലാം രംഗത്തുണ്ടായിരുന്നത്. വടകര ഒരു മതനിരപേക്ഷ മണ്ഡലമാണ്. അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്ന് മതം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ശ്രമിച്ച് എന്നതാണ് ഇപ്പോൾ വലിയ അളവിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. വടകര പാർലമെൻറ്റ് മണ്ഡലം ഒരു അടിയുറച്ച മതനിരപേക്ഷ ഉള്ളടക്കമുള്ള മണ്ഡലമാണ്. അവിടെ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മതം പറഞ്ഞ് വോട്ട് ചോദിച്ചു എന്നത് തന്നെ അങ്ങേയറ്റം അപലപനീയമാണ്, ദൗർഭാഗ്യകരമാണ്. അതിന് ആരുപയോഗിച്ചു, ആരെല്ലാം അതിന് മുന്നിട്ടിറങ്ങി എന്നുള്ളതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാവേണ്ട കാര്യങ്ങളാണ്. ഇവിടെ അത്തരമൊരു പ്രചാരണത്തിലൂടെ ഭാവിയിൽ മണ്ഡലത്തിൽ ഉണ്ടാക്കാവുന്ന പൊതുസമൂഹത്തിൽ ഉണ്ടാകാനിടയുള്ള ഡാമേജ് എത്രയാണെന്ന് പാലക്കാട്ടേക്ക് തിരിച്ചു പോകുന്ന സ്ഥാനാർത്ഥിക്ക് ഇതൊന്നും ആലോചിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. പക്ഷേ UDFൻ്റെ നേതൃത്വം അത് അവരുണ്ടാക്കിയിട്ടുള്ള ഡാമേജ് തീർക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ എല്ലാ ശ്രമവും നടത്തും.
ജനങ്ങളെ ഒരുമിപ്പിക്കാനും വർഗീയമായ ചേരിതിരിവിൻ്റെ ഭാഗമായി ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമത്തിൽ നിന്ന് നാടിനെ സംരക്ഷിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നിട്ടിറങ്ങും. എല്ലാ പരിശ്രമവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒരു തരത്തിലുള്ള വിള്ളലും ഉണ്ടാകാതെ വടകരയുടെ സമാധാനവും അതുപോലെ സമുദായ സൗഹാർദ്ദവും എല്ലാം സംരക്ഷിച്ച് നിർത്തുന്നതിന് ഞങ്ങൾ കാവലാളായി ഉണ്ടാകും. ഒരു താൽക്കാലികമായ ഒരു നേട്ടത്തിന് വേണ്ടി മാത്രം ഇത്തരത്തിൽ പ്രവർത്തിച്ച UDFന് വടകരയിലെ അതുപോലെ കേരളത്തിലെ ആകെയുള്ള ജനങ്ങൾ ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും മാപ്പ് കൊടുക്കും എന്ന് കരുതേണ്ടതില്ല. ഏതെല്ലാം തരത്തിലുള്ള വർഗീയ അതുപോലെ തന്നെ അശ്ലീലകരമായ പ്രചരണങ്ങളാണ് അവിടെ നടത്തിയത് എന്നുള്ളത് നാം ആലോചിച്ചാൽ വിസ്മയിച്ചു പോകും. മുസ്ലിം വീടുകൾ കയറി ഇറങ്ങി 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ് UDFൻ്റെ സ്ഥാനാർത്ഥി എന്നും അതുപോലെ എതിർ സ്ഥാനാർത്ഥി കാഫറായ സ്ത്രീയാണ് എന്നുമാണ് പ്രചാരവേല നടത്തിയത്. വീട്ടിൽ കയറി പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, വാട്സപ്പ് വഴിയും സോഷ്യൽ മീഡിയ വഴി ഇത്തരം പ്രചാരവേലകൾക്കാണ് അവർ മുന്നിട്ടിറങ്ങിയത്. മുസ്ലിങ്ങൾക്കിടയിൽ മതത്തിൻ്റെ പേരിൽ ചേരിതിരിവുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ UDFൻ്റെ പ്രവർത്തകന്മാർ, കോൺഗ്രസ് പ്രവർത്തകന്മാർ, ലീഗ് പ്രവർത്തകന്മാർ അതിനുള്ള പരിശ്രമം നടത്തിയത്. ആ ചേരിതിരിവുണ്ടാക്കാൻ നേതൃത്വം നൽകിയ ആളുകളെ വർഗീയവാദികൾ എന്നല്ലാതെ മതേതരവാദി എന്ന് എങ്ങനെയാണ് വിളിക്കാൻ കഴിയുക? അതുപോലെ ഇടതുപക്ഷ മുന്നണിയുടെ LDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഖാവ് ശൈല ടീച്ചർ നേരത്തെ കുറച്ചു മുമ്പ് കോഴിക്കോട് കേളുവട്ടൻ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ നടത്തിയ പ്രഭാഷണം അത് കട്ട് ചെയ്തും അതുപോലെ തന്നെ വക്രീകരിച്ചും അത് എഡിറ്റ് ചെയ്ത് വക്രീകരിച്ചും മുസ്ലിങ്ങൾക്കിടയിൽ മതത്തിൻ്റെ പേരിൽ ചേരിതിരിവ് ഉണ്ടാക്കാനാണ് UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരകർ പരിശ്രമിച്ചത്. അത്തരമൊരു വൃത്തികെട്ട നിലയിൽ ചേരിതിരിവുണ്ടാക്കാൻ, വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ നേതൃത്വം നൽകിയ ആളുകളെ വർഗീയവാദി എന്നല്ലാതെ എങ്ങനെയാണ് മതേതരവാദി എന്ന് വിളിക്കാൻ കഴിയുക? റിപ്പോർട്ടർ TVയുടെ ലൈവ് ടെലികാസ്റ്റിൽ ഡോക്ടർ അരുൺകുമാറുമായി ശൈല ടീച്ചർ ഒരു ഘട്ടത്തിൽ നടത്തിയ അഭിമുഖത്തിൽ, സംഭാഷണത്തിൽ BJPയുടെ വർഗീയ പ്രചരണത്തെ എതിർക്കുന്നതിൻ്റെ, തുറന്നു കാണിക്കുന്നതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളല്ല എന്ന് ടീച്ചർ ഖണ്ഡിതമായി പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് കട്ട് ചെയ്തും അതുപോലെ വോയിസ് എഡിറ്റ് ചെയ്തും മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്ന് ശൈല ടീച്ചർ പറഞ്ഞു എന്ന രീതിയിൽ വടകരയിലെ UDFൻ്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ടീം വ്യാപകമായ നിലയിൽ തെറ്റായി പ്രചരിപ്പിച്ചു. ഇത്തരം പ്രചരണങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ റിപ്പോർട്ടർ TVയും അതുപോലെ ഡോക്ടർ അരുൺകുമാറും എല്ലാം ഈ പ്രചരണം തെറ്റാണെന്നും ശൈല ടീച്ചർ അങ്ങനെ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല എന്നും വ്യക്തമാക്കുകയുണ്ടായി. എന്നിട്ട് പോലും തെരഞ്ഞെടുപ്പ് ദിവസം വരെ ഇത്തരത്തിലുള്ള കളവായ കാര്യങ്ങൾ തെറ്റായ നിലയിൽ പ്രചരിപ്പിച്ച് എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രചരിപ്പിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ മതത്തിൻ്റെ പേരിൽ ചേരിതിരിവുണ്ടാക്കാൻ, ജനങ്ങൾക്കിടയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ പരിശ്രമിക്കുകയാണ് UDFൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ആളുകൾ ചെയ്തത്. അത്തരമൊരു ചേരിതിരിവുണ്ടാക്കാൻ നേതൃത്വം നൽകിയ ആളെ വർഗീയവാദി എന്നല്ലാതെ മതനിരപേക്ഷവാദി എന്നാണോ വിളിക്കേണ്ടത്? അതുപോലെ തന്നെ നമ്മളെല്ലാം കണ്ടതാണ്, ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസല്ലിയാർ അദ്ദേഹത്തിൻ്റെ പേരിൽ വ്യാജ ലെറ്റർ ഹെഡ് ഉണ്ടാക്കി അതിൽ ശൈല ടീച്ചർക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള വാക്കുകളെല്ലാം എഴുതി ചേർത്ത് വടകരയിലെ ഈ വ്യാജ സംഘം, UDFൻ്റെ ഈ വ്യാജ സംഘം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രചരിപ്പിച്ചു. ഇതിനെതിരെ മർക്കസ് തന്നെ രംഗത്ത് വരികയും അത് തെറ്റാണെന്ന് പത്രക്കുറിപ്പ് ഇറക്കുകയും ഒക്കെ ചെയ്തു. മുസ്ലിങ്ങൾക്കിടയിൽ മതത്തിൻ്റെ പേരിൽ ചേരിതിരിവുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചാണ് ഇത്തരമൊരു നീക്കം എന്നുള്ളത് സ്പഷ്ടമാണ്. അങ്ങനെ ഒരു ചേരിതിരിവുണ്ടാക്കാൻ നേതൃത്വം നൽകിയ ആളെ വർഗീയവാദി എന്നല്ലാതെ മതേതരവാദി എന്നാണോ ഈ നാട് അഭിസംബോധന ചെയ്യേണ്ടത്? മാതൃഭൂമിയുടെ ഓൺലൈൻ ടെംപ്ലേറ്റ് വ്യാജമായി നിർമ്മിച്ച് ലവ് ജിഹാദ് ഉണ്ട് എന്ന് ശൈല ടീച്ചർ പറഞ്ഞു എന്ന് ഈ വടകരയിലെ ഈ വ്യാജ സംഘം, UDFൻ്റെ വ്യാജ സംഘം പ്രചരിപ്പിച്ചു. ഇതിനെതിരായി മാതൃഭൂമി ഓൺലൈൻ തന്നെ രംഗത്ത് വരുന്ന അനുഭവം ഉണ്ടായി.
മുസ്ലിങ്ങൾക്കിടയിൽ മതത്തിൻ്റെ പേരിൽ തുടർച്ചയായി ചേരിതിരുണ്ടാക്കാൻ നടത്തിയ പരിശ്രമമായിരുന്നു ഇത്. ആ ചേരിതിരുണ്ടാക്കാൻ നേതൃത്വം നൽകിയ ആളുകളെ വർഗീയവാദികൾ എന്നല്ലാതെ മതേതരവാദി, മതനിരപേക്ഷവാദി എന്നാണോ വിശേഷിപ്പിക്കേണ്ടത്? ഈ വർഗീയവാദികൾക്ക്, ഇത്തരം വർഗീയവാദികൾക്ക്, അവർക്ക് നേതൃത്വം നൽകുന്നവർക്ക് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളുടെയും എല്ലാം വലിയ അളവിൽ പിന്തുണയുണ്ടായിരുന്നു. ഒരു കൂട്ടം മാധ്യമങ്ങളുടെയും പിന്തുണയുണ്ടായിരുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ വസ്തുത. ശൈല ടീച്ചർ തന്നെ മാധ്യമങ്ങളെ കണ്ട് ഇതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ടും അതൊരു വാർത്ത പോലും ആക്കാതെ വർഗീയവാദികൾക്ക് കുടപിടിക്കുന്ന സമീപനമാണ് ചില മാധ്യമങ്ങളെല്ലാം സ്വീകരിച്ചത്. അങ്ങനെ കുടപിടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച ഇത്തരം പ്രചാരകന്മാർക്ക് കൂട്ടുനിന്ന മാധ്യമങ്ങൾക്കും വടകര പാർലമെൻറ്റ് മണ്ഡലം പ്രബുദ്ധരായ ജനത, വോട്ടർമാർ മറുപടി നൽകും എന്നത് വസ്തുതയാണ്. ഇവിടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ UDF തുടർച്ചയായി തെരഞ്ഞെടുപ്പിന് ശേഷവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നീക്കങ്ങളെയെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിവിപുലമായ പ്രചാരവേലയും ക്യാമ്പയിനും സംഘടിപ്പിക്കും എന്ന കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവർക്കൊരു ലക്ഷ്യമുണ്ടാകാം. നേരത്തെ ഈ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെയൊക്കെ ഭാഗമായിരുന്ന നാദാപുരം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് CPM-ഉം അതുപോലെ മുസ്ലിം ലീഗും എല്ലാം തമ്മിൽ ചില സംഘർഷങ്ങളും ഇതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അന്ന് CPM-ഉം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുമെല്ലാം എല്ലാവരും ഇടപെട്ട് അത് പരിഹരിച്ച് സമാധാനപരമായ അന്തരീക്ഷം നാട്ടിൽ തിരിച്ചു കൊണ്ടുവരുന്നതിന് അങ്ങേയറ്റം സമഗ്രമായ നിലയിലുള്ള ദൗത്യം നിറവേറ്റി നാടിനെ വലിയ അളവിൽ യോജിപ്പിച്ച് ആളുകളുടെ സൗഹാർദ്ദവും അതുപോലെ സാഹോദര്യവുമെല്ലാം വീണ്ടെടുത്തതാണ്. അത് പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള, നാടിനെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം നാട്ടിലുണ്ടാക്കി കലാഭൂമിയാക്കി മാറ്റാനുള്ള ഗൂഢനീക്കം ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ മാലിന്യങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെ നാം കാണേണ്ടി വരും. അത് പുറമെ നിന്ന് വന്നിട്ട് ബോധപൂർവം നാട്ടിൽ കുഴപ്പമുണ്ടാക്കി രാഷ്ട്രീയ അന്തരീക്ഷം മലീമസമാക്കാനുള്ള നീക്കമാണ് UDF, വിശേഷിച്ച് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ആളുകൾ നടത്തുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഒരു ചെറിയ സംഘത്തെയും ഒരു വിഭാഗത്തെയും ഇതിനവർക്ക് കൂട്ടുപിടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാം പഴയകാലത്തിൻ്റെ അനുഭവങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വം ഉൾപ്പെടെ ഇതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും നേതൃത്വം ഗൗരവമായി ഇത്തരം കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തരത്തിലും ഇത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. വളരെ ശക്തമായിട്ട് തന്നെ നാടിൻ്റെ മതനിരപേക്ഷത, സാഹോദര്യം, അതുപോലെ സൗഹാർദ്ദം ഇതെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ ആകെ അണിനിരത്തി അതിവിപുലമായ സംഘടിതമായ ക്യാമ്പയിൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരംഭിക്കും. അതിന് ഞങ്ങൾ നിർബന്ധിതരാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ സാന്ദർഭികമായി ചൂണ്ടിക്കാണിക്കുകയാണ്.